Hello friends. RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം റെയിൽവേ ബോർഡ് ഒരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ALPയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ക്ലാരിഫിക്കേഷൻ ലെറ്റർ. നമുക്ക് ജസ്റ്റ് അത് നോക്കാം. December 11 ഈ ലെറ്റർ പുറത്തു വന്നത്. അത് ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് മിനിമം പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ലെവൽ 2 എന്നുള്ളതാണ് അതിന്റെ സബ്ജക്റ്റ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം RRB ALP എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പം നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത വർഷം തന്നെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്കായിട്ടും അതുപോലെ വളരെ സ്പീഡായിട്ടും തന്നെ കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. അതുപോലെ പ്രിപ്പറേഷൻ തുടങ്ങാൻ ഇപ്പോൾ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം സമയം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമയം നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഈ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, അതുപോലെ ഇതിൻ്റെ പ്രൊമോഷൻ, സാലറി, അതുപോലെ ഇതിൻ്റെ വേരിയസ് ആയിട്ടുള്ള എക്സാമിനേഷൻ്റെ പാറ്റേൺ, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ ഡൗട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ RRB ALPക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഉള്ള ഒരു വീഡിയോ ആണ് എന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ആർക്കൊക്കെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത് പറയാം. SSLC അതുപോലെ ITA കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ള ട്രേഡ്സ് പഠിച്ചവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതൊക്കെയാണ് ട്രേഡ് നോക്കാം. ITA ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ കംപ്ലീറ്റ് ആയവർക്ക്, അതുപോലെ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെഷീൻ, ഫിറ്റർ, ഹീറ്റ് എഞ്ചിൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മിൽറൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്, അതുപോലെ മെക്കാനിക് റേഡിയോ ആൻഡ് TV, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, അതുപോലെ ട്രാക്ടർ മെക്കാനിക്, ടർണർ, വയർമാൻ. അപ്പോൾ ഈ പറയുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITA ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് തീർച്ചയായും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു സംശയം വരും. തീർച്ചയായും ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 വർഷം ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയ വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അതായത് ഏതൊക്കെ ട്രേഡാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഈ പറയുന്ന 4 സ്ട്രീമുകളിൽ ഏതെങ്കിലും ഡിപ്ലോമ 3 വർഷം ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ബിടെക്കും ഈ പറഞ്ഞ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം. 18 മുതൽ 28 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും അതുപോലെ എക്സ് സർവീസ്മെന് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ITA അല്ലെങ്കിൽ ബിടെക് ഡിപ്ലോമ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ പ്രായപരിധി 18-നും 28-നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറിപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ A1 ആണ്. A1 എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് 6/6 വിഷൻ ആയിരിക്കണം. നമ്മൾ 2 കണ്ണിനും 6/6 വിഷൻ വേണം. അതുപോലെ സ്പെക്സ് യൂസ് ചെയ്യാൻ പാടില്ല. ചിലർ ഇപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യാൻ മടിയുള്ളവർ ചിലർ സർജറി ചെയ്തിട്ട് അവരുടെ ആ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ലാസിക് സർജറി പോലുള്ള സർജറി ചെയ്തവർ ഇതിന് ഇന്നെലിജിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതില്ല. അതുപോലെ സ്പെക്സ് യൂസ് ചെയ്യുന്നവരും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതില്ല. കാരണം A1 ആണ് ALPയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ ALPയുടെ കൂടെ തന്നെ വിളിക്കുന്ന മറ്റ് പോസ്റ്റാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ടെക്നീഷ്യൻ പോസ്റ്റിന് ഈ പറയുന്ന A2, A3, B1 അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ്, പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ കറക്റ്റായിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നീഷ്യൻ പോസ്റ്റിന് ഏതൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ A1 ആണ്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായുള്ള അതൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്ന പോസ്റ്റിൽ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത്. അക്കാര്യത്തിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വളരെയധികം ഒരു വേക്കൻസി നമുക്ക് കാണാൻ പറ്റും. അതായത് കഴിഞ്ഞ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27,795 ആണ്. അതുപോലെ വേരിയസ് ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ 36,576,
അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 64,371 വേക്കൻസി എന്നൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അപ്പം ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാൻ ഒരു മികച്ച അവസരം തന്നെയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. കാരണം ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസി തന്നെ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ എത്രയും വേഗം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ലഭിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് ALPയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു ഡൗട്ടാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത് എന്നുള്ളത്. പ്രധാനമായിട്ട് 4 സ്റ്റേജ് ആണ് ALP റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞ് അതിൽ നിശ്ചയ ശതമാനം മാർക്ക് വാങ്ങിച്ച് പാസ്സാവുന്നവർക്ക് ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അതും കഴിഞ്ഞ് CBAT, അതായത് ALPക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് ആണ് CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ വെരിഫിക്കേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ALP ആയിട്ട് അപ്പോയിൻമെന്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടോ സെലക്ഷൻ പ്രോസസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് 75 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ നേരിടേണ്ടത്. അതായത് മാത്സിൽ നിന്നും 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും 25 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസിൽ നിന്നും 20 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യം. അങ്ങനെ ടോട്ടൽ 75 മാർക്കിനായിരിക്കും CBT 1ന്റെ എക്സാം വരുന്നത്. 60 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഡ്യൂറേഷൻ ആയിട്ട് ലഭിക്കുക. അതുപോലെ ഓരോ നെഗറ്റീവിനും 1/3 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ശരി ഉത്തരത്തിൽ നിന്നും 1/3 മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിശ്ചയ ശതമാനം മാർക്ക്, ഇതൊരു ക്വാളിഫൈങ് നേച്ചറാണ് ഈ CBT 1 എന്ന് പറയുന്നത്. ഇവിടെ ഒരു നിശ്ചയ ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് CBT 2 എലിജിബിലിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന മാർക്കൊന്നും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിനെ സ്വാധീനിക്കുന്നതല്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 100 മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും തൊട്ടടുത്ത് വരുമ്പോൾ നിങ്ങൾ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ മാർക്കൊന്നും നിങ്ങൾ പരിഗണിക്കുന്നതല്ല. ജസ്റ്റ് ഒരു ക്വാളിഫൈങ് നേച്ചറുള്ള ഒരു സ്റ്റേജ് മാത്രമാണ് CBT 1 എന്ന് പറയുന്നത്. പിന്നെ ഓരോ പോസ്റ്റിന്റെ വേക്കൻസിയുടെ അനുസരിച്ച് 5 ഇരട്ടി വരെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. അന്നത്തെ ആ എക്സാമിനേഷൻ്റെ ടഫ്നെസ് ഒക്കെ അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ CBT 1ന്റെ ഒരു നേച്ചർ ഇങ്ങനെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക് സിലബസിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്താണ് CBT 2. CBT 2 എന്ന് പറഞ്ഞാൽ 175 മാർക്കിനാണ് ടോട്ടൽ CBT 2 വരുന്നത്. അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 30 മിനിറ്റാണ്. 2.5 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇതിനാണ് പലർക്കും ഡൗട്ട് വരുന്നത്. കാര്യം ഈ CBT 2 രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സെക്ഷൻ എയും സെക്ഷൻ ബിയും. ഇതിൽ സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 100 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 100 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷൻ എയിൽ വരുന്നത്. അതുപോലെ സെക്ഷൻ ബിയിൽ നിങ്ങൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ITIയിൽ നിങ്ങൾ ഏത് ട്രേഡ് ആണോ, അല്ലെങ്കിൽ ഡിപ്ലോമ, അതുപോലെ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് സ്പെസിഫൈ ആയിട്ട് ട്രേഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറയാം. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ട്രേഡ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ട്രേഡിൽ 75 മാർക്കിൽ ട്രേഡിൽ നിന്ന് ഒരു 75 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ട്രേഡിൽ നിങ്ങൾ 75 മാർക്കുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 35% മാർക്ക് അവിടെ നിന്ന് നേടിയാൽ മാത്രമേ നിങ്ങളുടെ സെക്ഷൻ എ പരിഗണിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഈ സെക്ഷൻ എയിൽ ലഭിക്കുന്ന ഈ 100 മാർക്ക് ഉണ്ടല്ലോ, ഈ 100 മാർക്കാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിനെ സ്വാധീനിക്കുന്നത്. നിങ്ങൾ ഈ റിലവൻറ്റ് ട്രേഡ് സെക്ഷൻ ബിയിൽ വാങ്ങിക്കുന്ന മാർക്കൊന്നും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിനെ സ്വാധീനിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന മാർക്കിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റിലവൻറ്റ് ട്രേഡ്, ഈ 75 മാർക്കിൻ്റെ ഈ റിലവൻറ്റ് ട്രേഡിൽ നിങ്ങൾ അതിൽ നിന്ന് 35% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങളുടെ സെക്ഷൻ എ പരിഗണിക്കുകയുള്ളൂ. അവർ അത് വാല്യുവേറ്റ് പോലും ചെയ്യുകയുള്ളൂ. കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം സെക്ഷൻ എയിൽ നിന്ന് 100 മാർക്ക് വാങ്ങിച്ചു വെക്കുക, പക്ഷേ നിങ്ങൾക്ക് ഈ റിലവൻറ്റ് ട്രേഡിൽ നിന്ന് ഒരു 33% മാർക്കേ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നിങ്ങളെ പരിഗണിക്കില്ല പിന്നെ. അപ്പോൾ ഇവിടെ നിന്നൊരു 35% മാർക്ക് മസ്റ്റാണ്. അപ്പം അത് ജസ്റ്റ് അതൊരു ക്വാളിഫൈ നേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ CBT 1 കാര്യം പറഞ്ഞ പോലെ അതും ഒരു ക്വാളിഫൈ നേച്ചർ തന്നെയാണ്. റിലവൻറ്റ് ട്രേഡിൽ കൃത്യമായിട്ട് നിങ്ങൾ 35% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങളുടെ സെക്ഷൻ എ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സെക്ഷൻ എയിൽ വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതെന്ന് നോക്കാം. മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്. ഇതൊക്കെ CBT 1 വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ CBT 1 CBT 2 വേണ്ടി കമ്പൈൻഡ് ആയിട്ട് ചെയ്യുക. അപ്പം പിന്നെ ഇതിനകത്ത് വരുന്ന ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങൾക്ക് തന്നത്. ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് CBT2 പാർട്ട് ബിയിലെ ട്രേഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞതെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ട്രേഡ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് ട്രേഡ്സ് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കംപ്ലീറ്റ് ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, വയർമാൻ, വൈൻഡർ, ആർമേച്ചർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക്, അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് 35% മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അവിടെ 35% മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങളുടെ പാർട്ട് എ പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് റേഡിയോ ആൻഡ് TV എന്ന് പറഞ്ഞ ട്രേഡ് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 35% മാർക്ക് അവിടെ വാങ്ങാവുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം നിങ്ങൾ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന റിലവൻറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ട്രേഡ്, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ട്രേഡ് ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെച്ച് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത് റെയിൽവേയിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളൊരു പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ CBT1 CBT2 കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ഈ RRB ALP എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ RRB ALPക്ക് വേണ്ടിയിട്ടുള്ള CBT1 CBT2 ക്ലിയർ ചെയ്ത് വരുന്ന വിദ്യാർത്ഥി നേരിടേണ്ട അടുത്ത ഒരു സ്റ്റേജാണ് CBAT എന്ന് പറഞ്ഞത്. CBAT മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ആൻഡ് ആക്യുറസി ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് മാത്രമാണ് ഈ CBAT എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന CBT2 ശേഷവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. മെമ്മറി ടെസ്റ്റ്, ഫോളോയിങ് ഡയറക്ഷൻ ടെസ്റ്റ്, ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, പെർസെപ്ഷൻ സ്പീഡ് ടെസ്റ്റ്, സ്പീഡ്, മെമ്മറി, ആക്യുറസി, ഇതൊക്കെയാണ് മെയിനായിട്ടും നിങ്ങളെ അനലൈസ് ചെയ്യുന്നത്. ഇത് ഒരു ക്വാളിഫൈഡ് നേച്ചറാണ്. ഇവിടെ മിനിമം വേണ്ടത് 42 മാർക്കാണ്. അപ്പം 42 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ CBAT ക്ലിയർ ആണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇതിനെ ബേസ് ചെയ്ത് CBAT മാർക്ക് ബേസ് ചെയ്തിട്ടല്ലായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, CBT2 പാർട്ട് എയുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതും ജസ്റ്റ് ഒരു ക്വാളിഫൈഡ് നേച്ചർ മാത്രമാണ്. ഇവിടെ നിങ്ങൾ 42 മാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. ഇനി നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സാലറി ഡീറ്റെയിൽസ് നോക്കാം. ഗ്രേഡ് പേ സ്കെയില്, പിന്നെ മറ്റ് അലവൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 35,000 മുകളിലാണ് ALPക്ക് സാലറി ലഭിക്കുക. അപ്പോൾ മറ്റ് അലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗസ് റെന്റ് അലവൻസ്, DA, ട്രാൻസ്പോർട്ട് അലവൻസ്, റണ്ണിങ് അലവൻസ്, അങ്ങനെ കുറച്ച് അലവൻസ് ALPക്ക് ലഭിക്കുന്നുണ്ട്. റണ്ണിങ് അലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനനുസരിച്ച് ഒരു നിശ്ചയ ശതമാനം അലവൻസ് റണ്ണിങ് അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ സാലറിയിലൂടെ ആഡ് ആവുന്നതാണ്. ഇനി നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് നോക്കാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് കയറുന്ന ഒരാൾ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ ALP ആണ്, സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. പിന്നെ ഷണ്ടർ മീൻസ് സ്റ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഷണ്ടർ എന്ന് പറയുന്നത്. ഷണ്ടർ കഴിഞ്ഞാൽ പിന്നെ ലോക്കോ പൈലറ്റ് ഗുഡ്സ് ട്രെയിനുള്ള ലോക്കോ പൈലറ്റ് ആണ് അടുത്ത പ്രൊമോഷൻ. പിന്നെ പാസഞ്ചർ ട്രെയിന്, പിന്നെ മെയിൽ ആൻഡ് എക്സ്പ്രസ് ലോക്കോ പൈലറ്റ്, പിന്നെ ലോക്കോ ഇൻസ്പെക്ടർ വരെ നിങ്ങൾക്ക് ആവാൻ പറ്റും. അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് കയറുന്ന ഒരാൾക്ക് ലോക്കോ ഇൻസ്പെക്ടർ വരെ ആവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. സോ വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അതായത് ഡിപ്ലോമ, ബിടെക്, ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കിട്ടാൻ മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസരം നിങ്ങൾ യാതൊരു കാരണവശാൽ പാഴാക്കരുത്. നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തായാലും 2024 തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ RRB ALP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ANS അക്കാദമിയിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, അസസ്മെൻറ്റ് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, പിന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി മുതലായ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ANS അക്കാദമിയോടൊപ്പം ചേർന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്ര വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധിക സമയമൊന്നും ലഭിക്കുകയില്ല. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള ANS അക്കാദമി നടത്തുന്ന ഈ ALP എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ തന്നെ ഈ പോസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ.